ഇന്ന് സെൽഫ് ലവ് ചലഞ്ചിന്റെ ഫൈനൽ ഡേ ആണ്, അതായത് 21ാമത്തെ ദിവസം. നമ്മുടെ ചാനലിൽ അതൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് ഡേ 1 തുടങ്ങിയിട്ട് ചലഞ്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സെൽഫ് ലവ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നും സെൽഫ് ലവ് ഉള്ള ആളുകൾക്ക് അതെങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്നും ആ വീഡിയോ നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാകും. ഓരോ ദിവസവും നമുക്ക് 4 ആക്ടിവിറ്റീസ് വീതം ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് വീഡിയോ കണ്ടു പോകുന്നതിന് പകരം നമ്മൾ അതിലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലാക്കി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേയിലെ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ അറിവിനോടൊപ്പം നമുക്ക് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. എല്ലാ ദിവസത്തെയും പോലെ ആദ്യത്തെ ആക്ടിവിറ്റി മിറർ വർക്ക് തന്നെയാണ്. ഇന്ന് മിറർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡേ 1 ചലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മിററിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന വിചാരങ്ങൾ എന്താണ്? ഈ മിററിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കോ എന്നുള്ളതായിരുന്നു. ഇപ്പം നിങ്ങൾ 21ാമത്തെ ദിവസം മിറർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിംഗ് എന്താണ്? നമ്മളുടെ ഓരോ ഏരിയയിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇന്നർ ചൈൽഡിനെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഫിയർ, ആങ്കർ, അങ്ങനെ ഓരോ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്ങിനെയും അഡ്രസ്സ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ ദിവസം ചലഞ്ച് ചെയ്ത നമ്മളാണോ ഇപ്പോൾ 21ാമത്തെ ദിവസം ഉള്ളത്? നമ്മളുടെ ലൈഫിൽ അത്യാവശ്യം കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പും നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് മിറർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യൂ. കാരണം ഇത്രയും ദിവസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്തതിന് കുറച്ചെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയതിന് നിങ്ങളെല്ലാ ആക്ടിവിറ്റീസും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാമെന്നുള്ളൊരു ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മിറർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് കണ്ണിലോട്ട് നോക്കിയിട്ട് ഐ ലവ് യു, നിങ്ങളുടെ പേര് വിളിച്ചിട്ട് ഐ റിയലി ലവ് യു, യു ഡിസർവ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്, അങ്ങനത്തെയൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഇന്ന് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഫൈനൽ ഡേ ആണെന്ന് വിചാരിച്ച് മിറർ വർക്ക് നിങ്ങൾ നിർത്തരുത്. നിങ്ങൾക്ക് ചില ഏരിയയിൽ നിങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അത് ഏതൊക്കെ ഡേയിലെ ആക്ടിവിറ്റീസ് ആണ്? ഡേ 19 ആണോ, ഡേ 16 ആണോ, ഏതാണ് നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നത്? അത് നിങ്ങൾ ഇനി അടുത്ത ദിവസം തുടങ്ങി വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, നിങ്ങൾക്കൊരു മാറ്റം ഫീൽ ചെയ്യുന്നത് വരെ. ഇന്ന് ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തെ ദിവസം ജേർണലിംഗിൽ എന്തായിരുന്നു നിങ്ങൾ എഴുതിയിരുന്നത്, ഇന്ന് നിങ്ങൾ എന്താണ് എഴുതാൻ പോകുന്നത്? അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ചില ഏരിയയിൽ നിങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട്, എന്നാൽ കുറച്ച് ഏരിയയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന ഏരിയ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. നിങ്ങളെ തന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക. ഇനി ഏതൊക്കെ ദിവസത്തെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ളത്, അത് നിങ്ങൾ വീണ്ടും നാളെ തുടങ്ങി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് ഈ ആക്ടിവിറ്റി എനിക്ക് ഒന്നും കൂടിയും ചെയ്യണമെന്ന് തോന്നുന്നത്, നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വരെ ഈ മിറർ വർക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. ഇന്നത്തെ ഹാർഡ് തോട്ട് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് വി ആർ ഓൾ പാർട്ട് ഓഫ് ദി ഹാർമോണിയസ് ഹോൾ. ഇതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇന്നത്തെ മെഡിറ്റേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മലയാളത്തിൽ നോക്കിയാലും മതി. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് മെഡിറ്റേഷൻ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നാണ് ചെയ്യേണ്ടത്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഏരിയ എടുത്ത് ഡിസ്കസ് ചെയ്തു, നെഗറ്റീവായിട്ടുള്ള ഏരിയ എടുത്ത് ഡിസ്കസ് ചെയ്തു. നമ്മളുടെ ഫിയർ മാറ്റുന്നത്, ഫ്രസ്ട്രേഷൻ മാറ്റുന്നത്, പല ദിവസങ്ങളിലായിട്ട് നമ്മൾ പല ഏരിയയാണ് നമ്മൾ ചെക്ക് ചെയ്തത്. കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ വളരെ ശാന്തമായിട്ട് കണ്ണടച്ചിരിക്കുക. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് നമ്മൾ സ്നേഹം കൊടുക്കുന്നതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. വേദനിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ദേഷ്യമുള്ള കുറേ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരിലോട്ടൊക്കെ നമ്മൾ സ്നേഹം തന്നെയാണ് പാസ് ചെയ്യേണ്ടത്. നമ്മൾ എന്താണോ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മളിലേക്കും തിരിച്ചു വരുന്നത്. സോ നമ്മൾ മാക്സിമം സ്നേഹമാണ് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 മടങ്ങായിട്ട് സ്നേഹം നമ്മളിലോട്ട് തന്നെ തിരിച്ചു വരും. ഇന്ന് ഞാൻ കുറച്ച് മാത്രമേ മെഡിറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഭാഗം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ 21 ദിവസത്തെ മിറർ വർക്ക് ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ലൂയിസ് എൽ ഹേൻ്റെ 21 ഡേയ്സ് മിറർ വർക്ക്, അതാണ് നമ്മൾ ആ ഒരു ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ 21 ഡേയ്സ് ചലഞ്ച് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ആ ബുക്ക് വാങ്ങി വായിച്ച് നോക്കാവുന്നതാണ്. അത് ഇംഗ്ലീഷിലാണ് ആ ബുക്ക് ഉള്ളത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ മിറർ വർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യൂ. നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എത്ര പേര് 21 ഡേയ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാവുന്നതാണ്. താങ്ക് യു.